എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഞാൻ 2 ദിവസം മുമ്പ് അത് നിനക്ക് അയച്ചു എന്ന് പറയണം. ഇപ്പം ഇവിടെ 2 ദിവസം മുമ്പ് എന്നെങ്ങനെയാണ് പറയുന്നത്? 2 days ago. 2 days എഗോ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് എന്നാണ് മീനിങ്. ഞാൻ അത് നിനക്ക് അയച്ചു എന്ന് പറയണം. അയക്കുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സെൻഡ്. SEND, സെൻഡ്. അപ്പോൾ അയച്ചു എന്ന് പറയണമെങ്കിൽ സെൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് അത് സെൻഡ് തന്നെയാണ്. SENT ആണ് സ്പെല്ലിങ്. സോ ഞാൻ നിനക്ക് അയച്ചു എന്ന് പറയാൻ ഐ സെൻഡ് ഇറ്റ് ടു യു എന്ന് വരും. ഐ സെൻഡ് ഇറ്റ് ടു യു. അപ്പം ഇത് മൊത്തത്തിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ നിനക്ക് അയച്ചു എന്നങ്ങനെ പറയും. ഐ സെൻഡ് ഇറ്റ് ടു യു 2 days ago. ഐ സെൻഡ് ഇറ്റ് ടു യു 2 days ago. സോ ഇതെങ്ങനെ പറയും? 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. അപ്പം വരും എന്ന് പറയണമെങ്കിൽ അത് ഭാവിയിൽ നടക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഐ വിൽ കം എന്ന് വരും. ഐ വിൽ കം. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. സോ ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും എന്നാണ്. 2 ദിവസം കഴിഞ്ഞ് എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ് എന്ന് പറയാൻ ആഫ്റ്റർ എന്ന് പറയുക. ആഫ്റ്റർ 2 days, അതായത് 2 ദിവസം കഴിഞ്ഞ്. സോ ഐ വിൽ കം ആഫ്റ്റർ 2 days എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും എന്നാണ് മീനിങ്. ഐ വിൽ കം ആഫ്റ്റർ 2 days. ഇനി അടുത്തത്, ഒരു കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയണം. അപ്പോൾ ഒരു കുട്ടിക്ക് പോലും എന്ന് പറയണമെങ്കിൽ ഈവൻ എ ചൈൽഡ് എന്നാണ് പറയുന്നത്. ഈവൻ എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് പോലും എന്നുള്ള മീനിങ് ആണ്. അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയണമെങ്കിലോ, കഴിയും എന്ന് പറയണമെങ്കിൽ ക്യാൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? അണ്ടർസ്റ്റാൻഡ്. സോ ഈവൻ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. ഈവൻ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി അടുത്തത്, നിങ്ങൾക്ക് മേശപ്പുറത്ത് നിന്ന് ആ സാധനങ്ങളെല്ലാം മാറ്റാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ നമുക്ക് ക്യാനും കുഡും യൂസ് ചെയ്യാം. പക്ഷേ കുഡാണെങ്കിൽ കുറച്ചും കൂടി പൊളൈറ്റായിരിക്കും. അപ്പം ഇനി നമുക്ക് ചോദിക്കേണ്ടത് എന്താണ്? നിനക്ക് ആ സാധനങ്ങളെല്ലാം മേശപ്പുറത്ത് നിന്നൊന്ന് മാറ്റാൻ കഴിയുമോ എന്നാണ് അല്ലേ? അപ്പം ആ സാധനങ്ങളെല്ലാം എന്ന് പറയാൻ ഓൾ ദാറ്റ് സ്റ്റഫ് എന്ന് പറയാം. ഓൾ ദാറ്റ് സ്റ്റഫ്. മേശപ്പുറത്ത് നിന്ന് എന്ന് പറയാൻ ഓഫ് ദ ടേബിൾ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം മേശപ്പുറത്ത് നിന്ന് മാറ്റാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കും? കുഡ് യു മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ? കുഡ് യു മൂവ് ഓൾ ദാറ്റ് സ്റ്റഫ് ഓഫ് ദ ടേബിൾ? ഇനി അടുത്തത്, എനിക്കത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് പറയണം. ഇപ്പോൾ തന്നെ എന്ന് പറയുന്നത് റൈറ്റ് നൗ എന്നാണ്. റൈറ്റ് നൗ. നൽകുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഗീവ് ആണ്. അപ്പോൾ നൽകാൻ കഴിയും എന്ന് പറയണം അല്ലേ? അപ്പോൾ ഐ ക്യാൻ ഗീവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. ഐ ക്യാൻ ഗീവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. ടു യു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നുള്ള മീനിങ് ആണ്. സോ എനിക്കത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് പറയാനാണ് ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു റൈറ്റ് നൗ. ഇനി അടുത്തത്, അവനവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണം. അപ്പം അതെങ്ങനെ പറയും? എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ ഐ ഡിഡൻറ്റ് നോ എന്ന് പറയാം. ഐ ഡിഡൻറ്റ് നോ. നോ എന്ന് പറഞ്ഞാൽ അറിയുക. സോ അറിയില്ലായിരുന്നു എന്ന് പറയാനാണ് ഐ ഡിഡൻറ്റ് നോ. അവനവിടെ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഹി വാസ് ദെയർ. ഹി വാസ് ദെയർ. അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നെന്ന് എന്ന് പറയാനാണ് ദാറ്റ് ഹി വാസ് ദെയർ. ഐ ഡിഡൻറ്റ് നോ ദാറ്റ് ഹി വാസ് ദെയർ എന്ന് പറഞ്ഞാൽ അവനവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് മീനിങ്. ഐ ഡിഡൻറ്റ് നോ ദാറ്റ് ഹി വാസ് ദെയർ. ഇനി അടുത്തത്, നമ്മൾ പറയത്തില്ലേ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അർത്ഥമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ദെയർ ഈസ് നോ പോയിൻറ്റ് ഇൻ എന്ന് കഴിഞ്ഞിട്ട് എന്താണോ അത് വേർബിൻ്റെ കൂടെ ING ചേർത്ത് പറയാം. അപ്പോൾ കാത്തിരിക്കുക എന്നുള്ളതിന് വെയിറ്റ് ആണെന്നറിയാം. സോ ദെയർ ഈസ് നോ പോയിൻറ്റ് ഇൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ദെയർ ഈസ് നോ പോയിൻറ്റ് ഇൻ വെയിറ്റിംഗ്. ഇതേപോലെ അതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണമെങ്കിൽ ദെയർ ഈസ് നോ പോയിൻറ്റ് ഇൻ ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്. ദെയർ ഈസ് നോ പോയിൻറ്റ് ഇൻ
ആർഗ്യൂയിങ് അബൌട്ട് ഇറ്റ്. ആർഗ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ്. സോ അതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് there is no point in arguing about it. ഇനി അടുത്തത് നീ നേരത്തെ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ നേരത്തെ വരണമായിരുന്നു എന്ന് പറയണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷുഡ് ഹാവിൻ്റെ കൂടെ എപ്പോഴും ഏത് വേർബാണോ അതിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം നീ നേരത്തെ വരേണ്ടതായിരുന്നു. വരിക എന്നുള്ളത് കം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 3 ഫോംസ് കം, കെയിം, കം. അതിലെ V3 ഫോം കം തന്നെയാണ്. സോ അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പം യു ഷുഡ് ഹാവ് കം ഏർലിയർ. ഏർലിയർ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നുള്ള മീനിങ് ആണ്. സോ നീ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് പറയാനാണ് യു ഷുഡ് ഹാവ് കം ഏർലിയർ. യു ഷുഡ് ഹാവ് കം ഏർലിയർ എന്ന് പറഞ്ഞാൽ നീ നേരത്തെ വരേണ്ടതായിരുന്നു എന്നാണ് മീനിങ്. ഇനി നീ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയണം. സോ നമുക്കറിയാം കേൾക്കുക എന്ന് പറയാൻ ലിസൺ എന്നാണ് പറയുന്നത്. ഇനി ഈ ലിസണിൻ്റെ കൂടെ ഇപ്പം പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പം ലിസൺ കഴിഞ്ഞിട്ട് ടു എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യണം. സോ ഇവിടെ നീ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു എന്നാണ് പറയേണ്ടത്. യു ഷുഡ് ഹാവ് ലിസൺഡ് ടു മീ. യു ഷുഡ് ഹാവ് ലിസൺഡ് ടു മീ എന്ന് പറഞ്ഞാൽ നീ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണമായിരുന്നു എന്നാണ് മീനിങ്. യു ഷുഡ് ഹാവ് ലിസൺഡ് ടു മീ. ഇനി അടുത്തത് നമ്മൾ കുറേ നേരം നിലത്തൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ തണുപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ മരവിച്ച് പോകത്തില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? എൻ്റെ കാലുകൾ മരവിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കാല് മരച്ചു പോയി എന്ന് നമ്മൾ പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? മൈ ലെഗ്സ് ഹാവ് ഗോൺ നം. മൈ ലെഗ്സ് ഹാവ് ഗോൺ നം. നം എന്ന് പറഞ്ഞാൽ മരവിപ്പ് എന്നുള്ള മീനിങ് ആണ്. ഇത് NUMB ആണെങ്കിലും B സൈലൻ്റ് ആണ്. നം എന്നാണ് പറയുന്നത്. മൈ ലെഗ്സ് ഹാവ് ഗോൺ നം എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മരവിച്ച് പോയിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ അല്ലെങ്കിൽ അറിയിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറയാൻ ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് എന്ന് പറയാം. ഇഫ് യു നീഡ് മൈ ഹെൽപ്പ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. സോ എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറയാനാണ് ഇഫ് യു നീഡ് മൈ ഹെൽപ്പ്. എന്നെ അറിയിക്കണേ എന്ന് പറയണം. പ്ലീസ് ലെറ്റ് മീ നോ. പ്ലീസ് ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കുക അല്ലെങ്കിൽ എന്നെ അറിയിക്കണേ എന്നുള്ള മീനിങ് ആണ്. ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് പ്ലീസ് ലെറ്റ് മീ നോ. അതായത് നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കുക എന്നാണ് മീനിങ്. ഇഫ് യു നീഡ് മൈ ഹെൽപ്പ് പ്ലീസ് ലെറ്റ് മീ നോ. ഇനി അടുത്തത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുവാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഉറപ്പില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഉറപ്പില്ല. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പില്ല എന്നാണ്. എബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്. സോ എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഉറപ്പില്ല എന്ന് പറയാനാണ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഇനി അടുത്തത് അവൻ അതിനെക്കുറിച്ച് അറിയാൻ പോകുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹീ ഈസ് നോട്ട് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ്. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ്. ഇവിടെ ഈസ് നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കി ഇസിൻറ്റ് എന്ന് പറയാം. ഹീ ഇസിൻറ്റ് ഗോയിങ് ടു നോ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അതിനെക്കുറിച്ച് അറിയാൻ പോകുന്നില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത് എനിക്ക് ആദ്യം അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. നമുക്കറിയാം ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് കുഡ് യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നാണ്. സോ കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും? കുഡ് നോട്ട്. അത് ഷോർട്ടാക്കി കുഡിൻറ്റ് എന്ന് പറയാം. ഇനി തിരിച്ചറിയുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് റെക്കഗ്നൈസ് എന്നാണ്. റെക്കഗ്നൈസ്. ആദ്യം എന്ന് പറയാൻ അറ്റ് ഫസ്റ്റ് എന്ന് പറയാം. സോ ഐ കുഡിൻറ്റ് റെക്കഗ്നൈസ് ഹിം അറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഐ കുഡിൻറ്റ് റെക്കഗ്നൈസ് ഹിം അറ്റ് ഫസ്റ്റ്. ഐ കുഡിൻറ്റ് റെക്കഗ്നൈസ് ഹിം അറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത് അവർ നിനക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും?
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയാൻ വില്ലിംഗ് ആണ് എന്ന് പറയാം. സോ ദേ ആർ വില്ലിംഗ് ടു ഡു ഇറ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ അവർ നിനക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് മീനിങ്. ദേ ആർ വില്ലിംഗ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവർ അത് ചെയ്യാൻ തയ്യാറാണ് എന്നാണ്. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി. സോ അവർ നിനക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ് എന്നെങ്ങനെ പറയും? ദേ ആർ വില്ലിംഗ് ടു ഡു ഇറ്റ് ഫോർ യു. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.